പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസറേട്ടന് പൈസ കൊടുത്തതിൻ്റെ പേരിൽ അലീനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇതെൻ്റെ വീടാണ്, ഈ വീട്ടിൽ ആര് വന്നാലും എന്ത് കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, എൻ്റെ മുകളിൽ ആരും വളരാൻ നോക്കണ്ട, നിനക്ക് അങ്ങനെ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്തോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അലീന സങ്കടത്തോടുകൂടി അവിടെ നിന്നൊക്കെ പോവുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് അലീന റൂമിലേക്ക് ചെല്ലുമ്പോൾ, എന്താ അവിടെ ഒരു വഴക്ക് കേട്ടത്, വൈജമോൾ നിന്നെ എന്തിനാ വഴക്ക് പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് ബാലൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല എന്ന് പറയട്ടെ, ഒന്നുമില്ലാതെയാണോ പിന്നെ വഴക്ക് കേട്ടത്, എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ലാസറേട്ടനെ അറിയില്ലേ എന്ന് ചോദിക്കും. അയാളെ അറിയാമോന്നോ, എനിക്കറിയാലോ, അയാൾ വലിയ ജന്മിയൊക്കെ ആയിരുന്നു, എല്ലാം മദ്യപിച്ച് ഇല്ലാതാക്കിയതാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇന്ന് ലാസറേട്ടൻ വന്നിട്ട് ഞാൻ മുറ്റം തൂക്കുന്ന സമയത്ത് മാഡത്തിനോട് പൈസ ചോദിച്ചു, മാഡം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെയാണ്, അവൾ കൊടുക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ പോകുന്ന കണ്ടപ്പോൾ എനിക്കൊരു പാവം തോന്നി, മോളോട് പൈസ ചോദിച്ചു ലാസറേട്ടൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചില്ല, പക്ഷേ എനിക്ക് പാവം തോന്നിയിട്ട് ഞാനൊരു 50 രൂപ എടുത്തു കൊടുത്തു, അത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് മോളെ, വൈജയമോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോൾ അത് എടുത്ത് കൊടുത്തത് അവളെ കൊച്ചാക്കുന്ന പോലെ ആയില്ലെന്ന് കേട്ടോ. അപ്പോൾ അലീനയ്ക്കും കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി ഞാനങ്ങനെ ചെയ്യില്ല, അത് ഞാൻ അത്രയ്ക്കും ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതൊന്നും കളയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും ഗ്രേസമ്മയുടെയും മാമച്ചായൻ്റെയും മകൻ്റെ റൂം തുറന്ന് അവിടെ വൃത്തിയാക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ, അപ്പോൾ അതൊക്കെ എടുത്ത് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗ്രേസമ്മ അതിലൂടെ പോകുന്നതും ആ ഡോറ് തുറന്നു കിടക്കുന്നതും കാണുന്നുണ്ട്. അപ്പം മെല്ലെ വന്ന് അതിലൂടെ നോക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയാണെങ്കിൽ ഫോട്ടോ എടുത്ത് ഇങ്ങനെ തൂത്ത് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഗ്രേസമ്മയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. രേവതിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ, ഇവിടെ വന്നേന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കും. എന്നിട്ട് രേവതിക്കുട്ടി പുറത്തേക്ക് വരുമ്പോൾ, നിന്നോട് ആരാ ഈ റൂം തുറക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുറന്നാന്ന് പറയുമ്പോൾ, അങ്ങനെ തുടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞോ അതോ മാമച്ചായ നിന്നോട് പറഞ്ഞോ, പിന്നെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യുകയാണോ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് ഡോറ് ലോക്ക് ചെയ്യാൻ പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും പേടിച്ച് ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട്. ലോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഗ്രേസമ്മ പറയാണ്, താക്കോല് കിട്ടിയെടുത്ത് കൊണ്ടുവയ്ക്കാൻ പറയട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി താക്കോല് കൊണ്ടുവയ്ക്കാനായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഗ്രേസമ്മയാണെങ്കിലും ആ വാതിലിൻ്റെ അവിടെ കുറച്ച് സമയം ഇങ്ങനെ ചാരി നിന്ന് ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് താഴെ സോഫയിൽ വന്നിരിക്കുകയാണ് ഗ്രേസമ്മയാണെങ്കിലും. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഗ്രേസമ്മ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുമക്കുന്ന സമയത്ത് ഗ്രേസമ്മ ഒന്നങ്ങ് നോക്കും, പിന്നെ മൈൻഡൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ വീണ്ടും ചുമക്കും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ നോക്കണമൊന്നുമില്ല, പിന്നെ മെല്ലെ ഗ്രേസമ്മയുടെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ സോറിയൊക്കെ പറയാൻ കേട്ടോ. അവിടെ താഴെ തറയിൽ മുട്ട് കുത്തിയിട്ട് ഗ്രേസമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് സോറി പറയാൻ കേട്ടോ, ഞാൻ അറിയാതെ ചെയ്തു പോയത്, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഗ്രേസമ്മ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രേവതിക്കുട്ടീനെ അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അവൻ പോയിട്ട് വർഷങ്ങളായി, അതിൻ്റെ തീരാവേദന ഇന്നും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയും. പിന്നീട് മോൻ്റെ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. അവൻ്റെ കല്യാണം പോലും അങ്ങനെ നിശ്ചയിച്ചതായിരുന്നു, അവനൊരു പെൺകുട്ടീനെ നല്ല ഇഷ്ടമായിരുന്നു, ആ കുട്ടിയുടെ പേര് ഷെറിൻ എന്നാണെന്ന് പറയുമ്പോൾ ആ മുറിയിലൊരു ചേച്ചിയുടെ ഫോട്ടോ കണ്ടു, അതാണോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതേന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്ട്, അവരുടെ മനസ്സമ്മതവും കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ വീണ്ടും രേവതിക്കുട്ടി ചോദിക്കുകയാണ്. അതൊന്നും അറിയില്ല, അവൻ പോയ ശേഷം പിന്നെ ഞങ്ങളതൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയട്ടോ. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി കാണുമെന്ന് വീണ്ടും രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, നീ എന്തിനാ അപ്പോൾ അതൊക്കെ അറിയുന്നതെന്ന് ഇങ്ങനെ കുറച്ചൊരു ദേഷ്യത്തിലും സങ്കടത്തിലും ചോദിക്കുകയാണ് കേട്ടോ ഗ്രേസമ്മ. പിന്നെ രേവതിക്കുട്ടിക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാവുന്നുണ്ട്. പിന്നീട് വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത്. അവിടേക്ക് അന്ന് ഇങ്ങനെ അലീനെ സഹായിച്ച ആ ചേച്ചിയും മോളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയാണ് ബെല്ലടിക്കുന്ന സമയത്ത് തുറക്കുന്നത്. അപ്പോൾ എന്താ സഹായം ചോദിച്ച് വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയാണ്, അല്ല എന്ന് പറയട്ടോ, എൻ്റെ മോൾക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അപ്പോൾ ഞാനിവിടെ വന്ന് സഹായം ചോദിച്ചപ്പോൾ ഇവിടുത്തെ മോളാണ് എന്നെ 3000 രൂപ തന്ന് സഹായിച്ചത് എന്ന് പറയുമ്പോൾ വൈജയന്തി ഇവിടുത്തെ മോളോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയുക ചേച്ചി. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ 2 ആഴ്ച മുന്നെയാണ്, ഉച്ചയ്ക്കാണ് വന്നതെന്ന് പറയുമ്പോൾ പിന്നെ അലീനേനെ വിളിക്കുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ അലീന അങ്ങോട്ട് വരുമ്പോൾ ആ ചേച്ചിയോ എന്ന് പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് ഇവരെ അറിയുമോ എന്ന് ചോദിക്കും. അറിയാമെന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ ചേച്ചീനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി അങ്ങ് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ചേച്ചിയാണെങ്കിലും അലീനയോട് നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ മോൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ അലീന ആ കൊച്ചിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൊച്ചാണെങ്കിലും കുറച്ച് കയ്യിൽ ഒരു ചെറിയൊരു കടലാസ് പൊതിയിൽ മിഠായിയൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇതാ മിഠായി എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് സഹായിച്ചതിന് തിരികെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മിഠായി അതിൽ നിന്ന് ഒരു മിഠായി എടുക്കും കേട്ടോ. എന്നിട്ട് മോളോട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരങ്ങ് തിരിച്ചു പോവാണ്. അപ്പോൾ അലീന
ഈ കാര്യം ചെയ്തതെല്ലാം വൈജയന്തി അതുപോലെ തന്നെ ബാലചന്ദ്രനോട് പറയാണ് കേട്ടോ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ബാലചന്ദ്ര അവളോട് ചോദിക്കുക തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അലീന അകത്തേക്ക് വന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് പോകുന്ന സമയത്ത് അലീനയോട് അവിടെ നിന്ന് നിന്നേന്ന് പറയാനായിട്ട് ബാലേന്ദ്രൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വന്ന സ്ത്രീക്ക് നീ പൈസ കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ കൊടുത്തായിരുന്നോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എത്ര രൂപയാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ 3000 രൂപയാണ് കൊടുത്തതെന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയാണ്, അപ്പോൾ നിൻ്റെ കയ്യിൽ അന്ന് ചോദിച്ചപ്പോൾ 1500 രൂപയുള്ളൂ എന്നല്ലേ നീ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതിങ്ങനെ വിജയമ്മ ചേച്ചിക്ക് കൊടുത്ത ശേഷമാണ് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് ആ ചേച്ചീനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പരിചയമില്ല, ഇവിടെ വന്നിട്ട് പരിചയം ഉണ്ടായതാണ്. അന്നൊരു ദിവസം ഇവിടെ സഹായം ചോദിച്ച് വന്നായിരുന്നു, ആ മോൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു അന്യ സ്ത്രീക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഒരു 3000 രൂപ എടുത്ത് കൊടുക്കുമോ, അതും പരിചയമില്ലാത്ത ഒരു സ്ത്രീക്ക് നമ്മൾ അധ്വാനിച്ച പൈസയാണെങ്കിൽ കൊടുക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന പറയും ഞാൻ കൊടുക്കുമെന്ന് പറയും കേട്ടോ. പിന്നെ ഇങ്ങനെ അവർ പറയുന്നത് കള്ളമൊന്നുമല്ല, അവരുടെ കയ്യിൽ മെഡിക്കൽ റിപ്പോർട്ടും ഓപ്പറേഷത്തിൻ്റെ ഡേറ്റും എല്ലാം ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറയും. എൻ്റെ കയ്യിൽ ആ പൈസ ഇരുന്ന സമയത്ത് ഒരു കടലാസിൻ്റെ വില പോലും അതിനില്ലായിരുന്നു. ഇന്ന് ആ മോളുടെ ഓപ്പറേഷനൊക്കെ ചെയ്ത് അവളുടെ അസുഖം മാറിയില്ലേ, അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആ മോൾ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ മിഠായി എന്ന് പറഞ്ഞിട്ട് ആ മിഠായിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ചെയ്തതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ബാലേന്ദ്രന് മനസ്സിലായിട്ട് ശരി നീ പോയിക്കോ എന്ന് പറയാണ്. പിന്നീട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ വീട്ടിൽ നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്താലും അത് ഞങ്ങൾ അറിയണം, അത് ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്, എന്നിട്ട് എന്താ ഇത് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയോട്. അപ്പോൾ അവിടെ ആ സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ എന്തായാലും വൈജയന്തി അലീന അങ്ങ് പോകുന്ന സമയത്ത് ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല, ഇതിലെന്തോ കള്ളത്തരുണ്ട്, ഇത് ഞാൻ പൊളിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ പൈസ ഇടയ്ക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കിപ്പോൾ നല്ല മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ചാടിത്തുള്ളി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് ചോദിക്കും കേട്ടോ. മുത്തശ്ശിയാണെങ്കിലും ചാടിത്തുള്ളിയാണല്ലോ വൈജ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയാണ്, എന്താ പ്രശ്നമെന്നോ, അമ്മേനെ നോക്കാൻ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവൾ തന്നെയാണ് പ്രശ്നം, അവൾ എവിടെയെന്ന് ചോദിക്കട്ടെ. അപ്പോൾ അവൾ ബാത്റൂമിലാണെന്ന് മുത്തശ്ശി പറയും. പിന്നീട് വൈജയന്തി അലീനയുടെ ബാഗും എല്ലാം ഇങ്ങനെ തരയാൻ വേണ്ടി എടുക്കുമ്പോൾ ബബിത പറയാണ്, അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുത്ത് മുത്തശ്ശി കിടക്കുന്ന ആ ബെഡിലേക്ക് വെച്ചിട്ട് അതിലുണ്ടായിരുന്ന ഡ്രസ്സെല്ലാം വലിച്ച് പുറത്തിടുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന അവിടേക്ക് വരികയാണ് കേട്ടോ. അവിടെ ആകെ തിരയാണല്ലോ. അപ്പോൾ വൈജയന്തിക്ക് പ്രിജിത്തമ്മയുടെ ഫോട്ടോ കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് എണ്ണി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ബബിതയാണെങ്കിലും അലീനയുടെ ഡ്രസ്സെല്ലാം ബാഗിൽ നിന്ന് എടുത്ത് കുടഞ്ഞിടുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിൽ നിന്ന് അന്ന് ഹരി അലീനയുടെ ബാഗിൽ ഒരു മോതിരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് താഴെ വീഴുന്നത്. അപ്പോൾ ബബിത അതെടുത്തിട്ട് വൈജയന്തിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതേ അമ്മയെ ഒരു ഗോൾഡ് റിങ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വൈജയന്തി അങ്ങ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ് കേട്ടോ, ഇത് ഗോൾഡ് ആണോ എന്ന് ചോദിക്കും. അലീനയുടെ മോതിരം ഇല്ലാത്തതുകൊണ്ട് അലീന പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എന്നിട്ട്. അപ്പോൾ അത് നിൻ്റേതല്ലേ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുകയാണ്. അപ്പം അല്ല എന്ന് പറയും അലീന. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ എന്നിങ്ങനെ വൈജയന്തി പറയും. എന്നിട്ട് ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.